കൃപയുടെ വാസസ്ഥലം കൃപാസനം. കൃപയുടെ വാസസ്ഥലം കൃപാസനം. വേദനിക്കുന്നവർക്കെന്നും ആത്മധൈര്യത്തിനഭിഷേകം, വചനത്തിനഭിഷേകം, ആത്മസൗഖ്യത്തിനഭിഷേകം. വരുവിൻ നിങ്ങൾ യേശുവിൻ സന്നിധേ, അവനേകും സാന്ത്വനം. കൃപയുടെ വാസസ്ഥലം കൃപാസനം. കൃപയുടെ വാസസ്ഥലം കൃപാസനം. ഭാരത്താലേ തളരുന്ന സോദരേ, സഹനത്തിരമാലയിൽ പതറാതെ മുന്നേറിടാ. അഭിഷേകം സാന്ത്വനാഭിഷേകം. യേശുവേകിടും അഭിഷേകം സാന്ത്വനാഭിഷേകം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിലെ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കൂ എന്ന് പറയുന്ന പല സമ്മർദ്ദങ്ങളുണ്ട്. ദ കോൾ ഓഫ് ഗോഡ്, ദൈവവിളി. ദൈവവിളി വരുന്ന വഴി വളരെ വിചിത്രമാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവിടെ ഒരു സാക്ഷ്യമുണ്ടായി, കൃപാസനത്തിൽ ഒരു ഉടമ്പടി സാക്ഷ്യം. ഒരു ശാർമിള എന്ന് പറയുന്ന ഒരു മോള് പറഞ്ഞ സാക്ഷിയാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു സാക്ഷ്യം. ശാർമിളയുടെ ഒരു പ്രശ്നമാണ്, ഇവളിങ്ങനെ സ്വാഭാവികമായിട്ടും വിദേശത്തെ കുറേ നാൾ ജീവിച്ച കാരണം ലിപ്സ്റ്റിക്ക് ഉപയോഗിക്കും. ലിപ്സ്റ്റിക്ക് എല്ലാവരും ഉപയോഗിക്കും. പക്ഷെ ലിപ്സ്റ്റിക്ക് ഇല്ല, എപ്പോഴെങ്കിലും ഉപയോഗിച്ചില്ലെങ്കിൽ ഒരു കോൺഫിഡൻസ് തോന്നാത്ത അവസ്ഥ വരും. അതാണ് ശർമിളയുടെ ഒരു മാനസിക പോരായ്മ. അപ്പം അവർ പറയണത്, ഞാൻ മരിപ്പ് വീട്ടിൽ പോയാലും അയൽവാസിയുടെ അയൽപക്കങ്ങളിൽ മരിപ്പുണ്ടായി മരിപ്പ് വീട്ടിൽ പോയാലും ഞാനൊരു ഉറപ്പിന് വേണ്ടി ലിപ്സ്റ്റിക്ക് ഇടുമെന്ന്. അപ്പം എൻ്റെ അമ്മ എന്നെ വഴക്കിടും, നീ എന്ത് വേഷം കെട്ടാ കാണിക്കണമെന്ന് ചോദിക്കുമ്പോഴും ഒന്നും മിണ്ടത്തില്ല. പക്ഷെ എനിക്ക് ഇടാതിരിക്കാൻ പറ്റത്തില്ല. അപ്പോഴേ ഉടമ്പടി ചെയ്ത് പ്രാർത്ഥനാ ജീവിതം ക്രമീകരിച്ച് കഴിഞ്ഞപ്പോൾ ഇവൾ അത് ഉടമ്പടിക്ക് വെക്കാത്തൊരു വിഷയമാണ്. പക്ഷെ ഓട്ടോമാറ്റിക്കലായിട്ട് ഈ ലിപ്സ്റ്റിക്ക് ഇടുക എന്നുള്ള ആ ദുശ്ശീലത്തിൽ നിന്ന് ആന്തരികമായ സൗഖ്യം കിട്ടി. ഇപ്പം അങ്ങനെ ഇട്ടില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല. ആ കോൺഫിഡൻസ് ഇല്ല എന്നുള്ള ഒരു പോരായ്മ തോന്നണില്ല എന്ന് പറയാം. ഇപ്പം നമ്മളെപ്പോഴും വരണം, ഈ അഭിഷേകം വരണത് അവരങ്ങനെയാണ് പറഞ്ഞത്. എനിക്കിപ്പോൾ അങ്ങനെ ലിപ്സ്റ്റിക്ക് ഇടണമെന്നുള്ള അതൊരു പോരായ്മയായിട്ട് തോന്നണില്ലെന്നാണ് പറഞ്ഞത്. അതിൻ്റെ അർത്ഥം എന്താണ്? പണ്ടവർക്ക് തോന്നിയിരുന്നു എന്നാണ്. തോന്നുക, തോന്നാതിരിക്കുക എന്ന് പറയുമ്പോൾ നമ്മളുടെ വിചാര മണ്ഡലങ്ങളുടെ മേലെല്ലാം
എന്തെങ്കിലുമൊക്കെ പോരായ്മകളും പരാധീനതകളും ഒക്കെ ഉണ്ടെങ്കിൽ അഭിഷേകത്തിൻ്റെ കുറവാണെന്നുള്ള സൂചനയേ ഉള്ളൂ. അഥവാ അഭിഷേകം കൊണ്ട് അതിജീവിക്കാൻ പറ്റുമെന്നുള്ളതിൻ്റെ ഒരു അനുഭവമാണിത് ശരിക്കും. ഇപ്പോൾ എവിടെയെങ്കിലും ഒരു പോരായ്മ ഉണ്ടെങ്കിൽ കർത്താവേ എന്നെ അഭിഷേകം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കണം. ഇപ്പോൾ ആ സമറിയയിലെ യാക്കോബിൻ്റെ കിണറിൻ്റെ വാതിക്കൽ നട്ടുച്ചയ്ക്ക് ഈശോ ഇരിക്കണ എന്തിനാണ്? ഈ അഭിഷേകം കൊടുക്കാൻ വേണ്ടി ഇരിക്കുക. കാരണം ആ സ്ത്രീ എന്താ സമറിയക്കാരി ഈശോനോട് പറയണത്? എനിക്ക് ഭർത്താവില്ല എന്നാണ് പറയണേ. അപ്പോൾ ഈശോ എന്നാ തിരിച്ച് പറയണേ? ഇല്ല എന്ന് പറയണത് ശരിയാണ്, നിനക്ക് 5 ഭർത്താക്കന്മാരുണ്ടായിരുന്നു, ഇപ്പോഴുള്ളവൻ നിൻ്റെ ഭർത്താവല്ല. പക്ഷെ ആ ഒരു സംഭാഷണത്തിൻ്റെ അതൊക്കെ ഈശോ ഒരു കാര്യം പറയുന്നുണ്ട്. എന്താണ്? ഈശോ കുടിക്കാൻ വേണ്ടിയുള്ള വെള്ളം ചോദിക്കും. അപ്പോൾ അവൾ പറഞ്ഞു, നീ യഹൂദനല്ലേ, ഞാൻ സമരക്കാരിയല്ലേ, നമ്മ സംസർഗമൊന്നും ഇല്ലല്ലോ എന്ന് പറയുമ്പോൾ ഈശോ തിരിച്ച് പറയും, നിന്നോട് വെള്ളം കുടിക്കാൻ ചോദിക്കുന്ന ആരാണെന്ന് നീ അറിയുകയും നീ തിരിച്ച് അവനോട് ചോദിക്കുക, അവൻ നിനക്ക് ജീവൻ്റെ ജലം നൽകുകയും ചെയ്യുമെന്ന് പറയുമ്പോൾ അവളോട് തിരിച്ച് പറയും, നിൻ്റെ കയ്യിൽ ബക്കറ്റുമില്ല, കയറുമില്ല, പിന്നെ നീ എങ്ങനെ വെള്ളം കോരും? കിണറാണെങ്കിൽ ആഴമുള്ളത്. അപ്പോൾ ഈശോ പറയണൊരു വാക്കുണ്ട്. എന്താ പറയണത്? ഈ വെള്ളം കുടിക്കണവന് മോളെ ഇനിയും ദാഹിക്കുക. ഞാൻ തരുന്ന വെള്ളം കുടിക്കണവന് ഒരിക്കലും ദാഹിക്കുകയില്ല. അപ്പോൾ ഈ വെള്ളം കുടിക്കുന്നവന്, അതായത് യോഹന്നാൻ്റെ സുവിശേഷമാണ് 4-ാം അധ്യായം 13-ാമത്തെ വാക്യം. ഈ വെള്ളം കുടിക്കണവൻ ഇനിയും ദാഹിക്കും. അപ്പം ഈ ദാഹം, പോരായ്മയെന്ന് തോന്നുക, ആഗ്രഹം, ഈ ആഗ്രഹം ഉണ്ടാകുമ്പോൾ പലതിൻ്റെ ഒരു ഇച്ഛാഭംഗം, നിരാശ എന്ന് പറഞ്ഞാൽ ആശയിൽ നിന്നുണ്ടാണല്ലോ. ആശ അടങ്ങിയില്ലെങ്കിൽ നിരാശ വരും. അപ്പോൾ ഈ നിരാശ നമുക്ക് വരുമ്പോൾ അതിൻ്റെ അടിസ്ഥാനപരമായ ആശകളുടെ മേൽ അഭിഷേകം ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. അതാണ് ഞാൻ സമ്മർദ്ദം, ദൈവവിളിയാണെന്ന് പറയണില്ല. നമ്മുടെ പെരുമാറ്റങ്ങൾ പോലും, അതിൽ വന്ന പോരായ്മകൾ പോലും, നമ്മുടെ ശീലങ്ങൾ പോലും, നമ്മുടെ അഭിരുചികൾ പോലും, നമ്മൾക്കത് മൂലം ഉണ്ടാകുന്ന നിരാശകൾ പോലും ഒരു സമ്മർദ്ദമാണ്. എന്താണ്? അഭിഷേകം സ്വീകരിക്കുക. റിസീവ് ജീസസ് ക്രൈസ്റ്റ് ആൻഡ് ഗെറ്റ് സേവ്ഡ്. അതാണ് പറയണത്. കർത്താവിനെ സ്വീകരിക്കൂ, നിൻ്റെ പോരായ്മകളെ പരിഹരിക്കുമെന്ന്. കർത്താവിനെ സ്വീകരിക്കൂ, നിൻ്റെ പോരായ്മകളെ പരിഹരിക്കൂ. അതായത് അപ്പോഴേക്കും മനസ്സിലായി, എല്ലാത്തിനും പരിഹാരം ഈശോയാണെന്ന് പറഞ്ഞില്ലേ? പാപത്തിന് പോലും പരിഹാരം ഈശോയാണെങ്കിൽ ദൈവപൈതലെ നിൻ്റെ ജീവിതത്തിൽ വരുന്ന എല്ലാ പോരായ്മകളും പരിഹാരം ഈശോയെ നമുക്ക് തന്നപ്പോൾ പിതാവിന് ഒരു ലക്ഷ്യമല്ല ഉണ്ടായത്, സർവമാന ലക്ഷ്യം, സമ്പൂർണ്ണമായ ലക്ഷ്യമാണ്. ഈ ഭൂമിയിൽ നമ്മൾ കർത്താവിൻ്റെ മകനായ മകളായി ജീവിക്കുമ്പോൾ നമുക്കുണ്ടാവുന്ന എല്ലാ പരാതികളും പോരായ്മകളും കൂടെ പരിഹാരമായി. പാപത്തിന് മാത്രമല്ല, സമ്പൂർണ്ണ പരിഹാരം, കംപ്ലീറ്റ് ആയിട്ടുള്ള പരിഹാരമാണ്. കംപ്ലീറ്റ് സൊല്യൂഷൻ. ജീസസ് ഈസ് കംപ്ലീറ്റ് സൊല്യൂഷൻ. നിൻ്റെ ജീവിത മണ്ഡലത്തിൽ വരുന്ന എല്ലാ വിഷയങ്ങൾക്കുമുള്ള ഏക പരിഹാരമാണ് ഈശോ എന്നുള്ള ബോധ്യത്തിൽ കർത്താവിനെ വിശ്വസിക്കാൻ, കർത്താവിനെ സ്നേഹിക്കാൻ, കർത്താവിനെ ആശ്രയിക്കാൻ, കർത്താവിന് വേണ്ടി മഹത്വപ്പെട്ട് ജീവിക്കാൻ തയ്യാറായാൽ അങ്ങനെയുള്ളവർക്കാണ് പരിശുദ്ധാത്മാവിൻ്റെ വാഗ്ദാനം ലഭിക്കുന്നത്, പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം ലഭിക്കുന്നത്. അങ്ങനെയുള്ളവരാണ് ലോകത്തെ ജയിക്കുന്നത്. നമുക്ക് പ്രാർത്ഥിക്കാം. നല്ലവനായ ദൈവമേ, ജീവിതത്തിൻ്റെ മണ്ഡലങ്ങൾ എങ്ങനെയെല്ലാം തരത്തിലുള്ള വിഷമത വന്നാലും ദൈവം എന്താണ് എന്നോട് ഇങ്ങനെ ചെയ്തതെന്ന് ഓർത്ത് ദൈവത്തെ അറിയാത്ത മക്കളെപ്പോലെ വേദനിച്ചും നിരാശ ചെയ്തും ദൈവത്തോടും മല്ലിട്ടും പ്രാർത്ഥനയെ തളർന്നും പോകാത്ത ലോകത്തന്മാരെപ്പോലെ പോകാതെ എല്ലാത്തിനും പരിശുദ്ധമായി സ്വീകരിച്ചുകൊണ്ട് ഈശോയുടെ ആകുന്ന സമ്പൂർണ്ണമായ കംപ്ലീറ്റ് സൊല്യൂഷൻ, പൂർണ്ണമായ പരിഹാരം അഭിഷേകമായി സ്വീകരിക്കുവാൻ വേണ്ടി ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ സമ്മർദ്ദമായി ഇതെല്ലാം മനസ്സിലാക്കാനുള്ള കഴിവ് എനിക്ക് നൽകണമേ, വിവേകം നൽകണമേ, വിവേചനം നൽകണമേ. യേശുവേ സ്തോത്രം, സ്തോത്രം, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, സ്തോത്രം, കർത്താവേ, ഞങ്ങളെ കേട്ട വചനത്തെ ഓർത്ത് നന്ദി പറയുന്നു. കർത്താവേ, അഭിഷേകം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങൾക്കും എല്ലാത്തിനും ഉത്തരം യേശുക്രിസ്തുവാണ്. ഞങ്ങളുടെ രോഗങ്ങൾക്കും ദുരിതങ്ങൾക്കും കടഭാരങ്ങൾക്കും ഒരൊറ്റ ഉത്തരം,
അത് യേശു ക്രിസ്തുവാണ്. കർത്താവെ, ക്രിസ്തു കേന്ദ്രീകൃതമായി അങ്ങിൽ പ്രത്യാശയർപ്പി ജീവിക്കാൻ റൂഹായി ജീവിക്കുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ, അപ്പോസ്തലന്മാർ നിറഞ്ഞ പരിശുദ്ധാത്മാവിനെ അഭിഷേകമായി കൃപയായി ഞങ്ങൾ വർഷിക്കണമേ. സഖ്യനോട്ടിശാലയിൽ വന്നിറങ്ങിയ പരിശുദ്ധാത്മാവിന്റെ ശക്തി, യോർദാനിൽ ഇറങ്ങിയ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിറയട്ടെ ഞങ്ങളിൽ. ആത്മാവേ റൂഹായേ കരങ്ങളടിച്ചുകൊണ്ട് ഞങ്ങളിൽ നിറയണമേ. അഭിഷേകത്തിൻ കൃപയായി ഞങ്ങളിൽ നിറയുക ആത്മാവേ. ആത്മാവേ റൂഹായേ ഞങ്ങളിൽ നിറയണമേ. അഭിഷേകത്തിൻ കൃപയായി ഞങ്ങളിൽ നിറയുക ആത്മാവേ. സിഹിയോൻ മാളികയിൽ തീനാവിന്നതുപോ ഞങ്ങളിൽ നിറയണമേ. സിഹിയോൻ മാളികയിൽ തീനാവിന്നതുപോ ഞങ്ങളിൽ നിറയണമേ. എല്ലാവരും ആത്മാവേ റൂഹായേ ഞങ്ങളിൽ നിറയണമേ. ചേർന്ന് പാടാം. അഭിഷേകത്തിൻ കൃപയായി ഞങ്ങളിൽ നിറയുക ആത്മാവേ. സിഹിയോൻ മാളികയിൽ തീനാവിന്നതുപോ ഞങ്ങളിൽ നിറയണമേ. സിഹിയോൻ മാളികയിൽ തീനാവിന്നതുപോ ഞങ്ങളിൽ നിറയണമേ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ശക്തമായി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വിശ്വാസത്തോട് സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. കർത്താവായ ദൈവമേ, ആദിമസഭയില് ഇറങ്ങിയ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇപ്പോൾ അഗ്നിച്ചിറകുകൾ വെച്ച് ഞങ്ങളുടെ ജീവിത മേഖലകളില്, ഞങ്ങളുടെ കുടുംബ ബന്ധങ്ങളില്, കർത്താവെ, കുടുംബത്തിന്റെ ധാർമ്മിക മേഖലകളില്, ജീവിതത്തിന്റെ അശുദ്ധികളില്, ദുഃഖ ദുരിതങ്ങളില്, ഞങ്ങൾ അനുഭവിക്കുന്ന വിശേഷത്തിയായ ദുരിതങ്ങളില് പരിശുദ്ധാത്മാവ് അഗ്നിയായി പെയ്തിറങ്ങണമേ, തീയായി ഇറങ്ങണമേ. വാഴ്ത്തിപ്പാടാം. ആത്മാവേ റൂഹായേ ഞങ്ങളിൽ നിറയണമേ. കരങ്ങൾ ഉയർത്തി അടിച്ചുകൊണ്ട് അഭിഷേകത്തിൻ കൃപയായി ഞങ്ങളിൽ നിറയുക ആത്മാവേ. സിഹിയോൻ മാളികയിൽ തീനാവെന്നതുപോ ഞങ്ങളിൽ നിറയണമേ. സിഹിയോൻ മാളികയിൽ തീനാവെന്നതുപോ ഞങ്ങളിൽ നിറയണമേ. രോഗങ്ങൾ സുഖപ്പെടുത്തുന്നവനെ ഞങ്ങൾ ഏറ്റെടുക്കണമേ. കർത്താവേ, കർത്താവേയുടെ സാന്നിധ്യം കൊണ്ട് നിറയ്ക്കണമേ. ഒരു കാഴ്ച കൊടുത്ത ദൈവമേ, നെഥിലിന് കേൾവി കൊടുത്ത ദൈവമേ, വചനമയച്ച് സൗഖ്യപ്പെടുത്ത ദൈവമേ, അവിടുത്തെ ആത്മാവ് നിറയ്ക്കണമേ. ഞങ്ങളുടെ ജീവിത പ്രശ്നങ്ങൾക്ക് യേശുക്രിസ്തുവേ, കർത്താവേ, അങ്ങിൽ മാത്രമാണ് പ്രത്യാശ. ഞങ്ങൾ അങ്ങിൽ മാത്രമാണ് പ്രത്യാശ. ഹല്ലേലൂയ. യേശുവേ, കർത്താവേ, നിറയണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, യേശുവേ, ആരാധന. ധീരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, നമ്മളൊരു സാക്ഷ്യത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഇതേ അഭിഷേകത്തോടു കൂടി കർത്താവിൻ്റെ സാക്ഷ്യം, കർത്താവ് നമ്മുടെ ജീവിതത്തിലെ ഇടപെട്ടതിൻ്റെ ഒരു വലിയ തെളിവ്. ഇങ്ങനെ കേൾക്കുമ്പോൾ നമുക്കെപ്പോഴും മനസ്സിലാകേണ്ട ഒരു വിഷയമാണ്. അവരുടെ പ്രസംഗങ്ങളെ അവിടുന്ന് അടയാളങ്ങൾ കൊണ്ട് സ്ഥിരീകരിച്ചുവെന്ന് നമ്മൾ മർക്കോസിൻ്റെ 16:20 വായിക്കുന്നില്ലേ? സാക്ഷ്യങ്ങൾ എപ്പോഴും സ്ഥിരീകരണമാണ്. നമ്മൾ കേട്ട വചനത്തിൻ്റെ, നമ്മൾ വായിച്ച വചനത്തിൻ്റെ, കർത്താവ് നമ്മൾ സംസാരിക്കുന്ന വചനത്തിൻ്റെ സ്ഥിരീകരണം എപ്പോഴും വിശ്വാസത്തിലാണ് സ്ഥിരീകരിക്കുന്നത്. ദൈവത്തിലെ നിന്നെ വിശ്വാസം സ്ഥിരീകരിക്കാൻ
എന്നെ സ്ഥിരീകരിക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഈ സാക്ഷ്യം കേൾക്കാം. എൻ്റെ പേര് നയന. ഞാൻ കറുകച്ചാലിൽ നിന്ന് വരുന്നു. അമ്മ തന്ന വലിയ അനുഗ്രഹത്തിന് നന്ദി പറയാനാണ് ഞാനും എൻ്റെ മോളും ഇവിടെ നിൽക്കുന്നത്. എൻ്റെ കുഞ്ഞിന് 1.25 വയസ്സായപ്പോൾ കുഞ്ഞിൻ്റെ ഒരു കണ്ണിൻ്റെ കൃഷ്ണമണി അനങ്ങുന്നില്ല. പിന്നെ അവൾ ഒരു വശത്തേക്ക് ഇങ്ങനെ വേച്ച് പോവുകയാണ്. ഞങ്ങൾ ഉടനെ ആശുപത്രി കൊണ്ടുപോയി ICH കോട്ടയത്ത് കാണിച്ചു. അവർ CT സ്കാൻ എടുത്തു. അപ്പോൾ കുഞ്ഞിൻ്റെ ബ്രെയിനിലോട്ടുള്ള ഒരു ഞരമ്പ് ബഡ്ജ് ചെയ്ത് നിൽക്കുന്നു. ആ ഞരമ്പിൽ നിന്നാണ് ഈ ബ്ലീഡിങ് ഉണ്ടാകുന്നത്. അവർ പെട്ടെന്ന് ബ്ലീഡിങ് നിൽക്കാനുള്ള മരുന്ന് കൊടുത്തു. MRI ചെയ്തു. ശ്രീജിത്തിലേക്ക് റെഫർ ചെയ്തു. ഞങ്ങൾ അവിടെ ചെന്നു. അവരും വീണ്ടും MRI ചെയ്തു, ആൻജിയോഗ്രാം ചെയ്തു. അവർ പറഞ്ഞു ബ്രെയിനിലോട്ടുള്ള ഒരു ഞരമ്പാണ്, അത് അവർക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അതിൻ്റെ തലച്ചോറിലോട്ടുള്ള ഞരമ്പിനാണ് ബെഡ്ജ് നീക്കുന്നത്. അവർ ഓപ്പറേഷൻ ചെയ്താൽ കുഞ്ഞിന് എന്തെങ്കിലും സംഭവിക്കും, മരുന്ന് ചെയ്ത് എന്നാണ് ഈ ബ്ലീഡിങ് ഉണ്ടാവുന്നതെന്ന് അവർക്ക് പറയാൻ പറ്റില്ലെന്ന് പറഞ്ഞു. അവർ ഞങ്ങളോട് പറഞ്ഞു നിങ്ങൾ പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഞങ്ങൾ പ്രാർത്ഥിച്ചു. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ MRI ചെയ്ത് നോക്കി കുഞ്ഞിൻ്റെ അവസ്ഥ എന്താണെന്ന് നമുക്ക് നോക്കാം, അല്ലാതെ മരുന്ന് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ട് അങ്ങനെ 2 വർഷം കഴിഞ്ഞു. അത് കഴിഞ്ഞ് കൃപാസനത്തിൽ ഒരു പത്രം കിട്ടി, ഒരു ചേച്ചി കൊണ്ട് തന്നു. ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തു. ഈ കൊച്ചിൻ്റെ നിയോഗം വെച്ച് ഞാൻ പ്രാർത്ഥിച്ചു. അച്ഛൻ്റെ പ്രാർത്ഥനാ സഹായം ലഭിച്ചു. അതിനുശേഷം വീണ്ടും ഈ മാസം ഞാൻ MRI എടുത്ത് നോക്കിയപ്പോൾ കുഞ്ഞിൻ്റെ ആ തലച്ചോറിലോട്ടുള്ള ആ ഞരമ്പിൽ ഒരു ബഡ്ജിങ്ങും ഇല്ല. സാധാരണ ഒരു കുഞ്ഞിൻ്റെ തലച്ചോറിലെ MRI എടുത്ത് എങ്ങനെ ഇരിക്കും അതുപോലെ ഒരു കുഴപ്പമില്ലെന്ന് എനിക്ക് മാതാവ് എൻ്റെ കുഞ്ഞിനെ തിരിച്ചു തന്നു. എല്ലാ അമ്മയുടെ അനുഗ്രഹവും അമ്മയ്ക്കും ഈശോയ്ക്ക് 1000 നന്ദി. പ്രിയപ്പെട്ടവരെ, സാക്ഷ്യങ്ങൾ കേൾക്കുന്നത് സ്ഥിരീകരണത്തിനാണ്. നമ്മൾ ഓരോ സാക്ഷ്യം കേൾക്കുമ്പോഴും നമ്മുടെ വിശ്വാസം സ്ഥിരീകരിക്കും. കാര്യമെന്താ? വിശ്വാസം ചില സമയത്ത് ഇങ്ങനെ ഇളകുവേ. വിശ്വാസത്തിന് അങ്ങനെ ഒരു ഈ ഭയങ്കര ജീവിത അനുഭവങ്ങളുടെ, പ്രതികൂല അനുഭവങ്ങളുടെ പ്രതിരോധങ്ങളൊക്കെ വരത്തില്ലേ, അപ്പോഴാണ് ഈ വിശ്വാസം ഇളകണത്. അതിനെ ഉറപ്പിക്കുന്നതാണ് ശരിക്കും പറഞ്ഞ സാക്ഷ്യത്തിൻ്റെ ഒരു റോള്. അപ്പോൾ ഈ കേട്ട സാക്ഷ്യം നമുക്ക് പ്രാർത്ഥിക്കും. കർത്താവേ, ഈ സാക്ഷ്യം കേട്ടപ്പോഴേ എൻ്റെ വിശ്വാസത്തെ സ്ഥിരീകരിച്ചതിന് നന്ദി പറയുന്നു. ഇനി നമ്മൾ ആരാധനയിലേക്ക് പ്രവേശിക്കുകയാണ്. ആരാധന ഈശോയുടെ ജീവൻ സാന്നിധ്യത്തിൻ്റെ ഇടയിൽ, സാന്നിധ്യത്തിൻ്റെ പ്രതിഷ്ഠയിൽ എത്രയോ പേർക്കാണ് ഷാരോം ആരാധനയിൽ ആശ്വാസം ലഭിക്കുന്നത്. അതുപോലെ നിനക്കും ഈ ആരാധനയിൽ പങ്കെടുക്കുമ്പോൾ നിൻ്റെ ജീവിത മണ്ഡലങ്ങളെയും കർത്താവ് സ്പർശിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് സ്തുതിക്കാം. ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും. ഹല്ലേലൂയ. യേശുവേ ആരാധന, ദൈവമേ ആരാധന. പ്രാർത്ഥനാപൂർവ്വം ദൈവമേ ഞങ്ങളുടെ തിരുസന്നിധിയിലായിരിക്കുന്ന മക്കള് നിങ്ങളുടെ ജീവിത നിയോഗങ്ങൾ സമർപ്പിക്കുക, നിങ്ങളുടെ ജീവിത സങ്കടങ്ങൾ സമർപ്പിക്കുക. കൃപാസന ഉടമ്പടിയിൽ സമർപ്പിച്ചുള്ള നിയോഗങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. തുല്യം ചൊല്ലാൻ ആരുമില്ലേ അങ്ങെപ്പോലെ യേശുവേ. എല്ലാവരും തുല്യം ചൊല്ലാൻ ആരുമില്ലേ അങ്ങെപ്പോലെ യേശുവേ. ജീവനേ സ്വന്തമേ, ജീവനേ സ്വന്തമേ, അങ്ങേ മാറിൽ ചായുന്നു ഞാൻ. ആരാധന ആരാധന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും
സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ആരാധന ഈശോയെ ആരാധന, ആരാധന ദൈവമേ ആരാധന. ആരാധന ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, അലങ്കൂലങ്ങൾ പിടിച്ച കുടുംബങ്ങൾ, ആരാധനയെ സമർപ്പിക്കാൻ ആത്മാവ് ഒരാന്തരികമായ പ്രചോദനം നൽകുകയാണ്. അകന്ന് താമസിക്കുന്ന ഭാര്യാഭർത്താക്കന്മാരെ തമ്മിൽ തന്നെ, കുടുംബത്തിൽ തന്നെ ഇപ്പം തന്നെ വഴക്കിട്ട് നിരന്തരം വഴക്കുള്ള കുടുംബങ്ങൾ എങ്ങനെയെങ്കിലും ഒന്ന് വലുതായി പഠിച്ച് ഈ കുടുംബത്തിൽ നിന്നും എവിടെയെങ്കിലും പോയി രക്ഷപ്പെട്ടാൽ മതിയെന്ന് വിചാരിക്കുന്ന മക്കൾ, കുഞ്ഞുങ്ങളുടെ വളർച്ചയിലെ മാതാപിതാക്കന്മാർക്ക് ധാർമ്മികമായിട്ട് തിരുത്താൻ പറ്റാത്ത അത്രയും വലിയ തെറ്റുകളിൽ, അതിനേക്കാൾ വലിയ തെറ്റുകളിൽ അകപ്പെട്ട മാതാപിതാക്കന്മാർ സാമൂഹ്യ മാതൃകകളെല്ലാം നശിച്ചു എന്ന് വിചാരിച്ചുകൊണ്ട് എങ്ങനെയെങ്കിലും ജീവിച്ചു പോകുന്ന ധർമ്മബോധമില്ലാത്ത മക്കൾ, വിശ്വാസവും ഭക്തിതീഷ്ണതയും ഇല്ലാതെ പലതരത്തിലെ നിഗൂഢതകളിൽ ചേക്കേറിയിരിക്കുന്ന, വിശുദ്ധിയില്ലാത്ത മക്കൾ, കർത്താവെ ഞങ്ങൾ കണ്ണുനീരോടെ അവർക്കെല്ലാം വേണ്ടി ഇപ്പോഴ് ആരാധനയിൽ പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ, ഈ പ്രാർത്ഥനയുടെ ശക്തിയാ കർത്താവെ, അവരെ നീ സ്പർശിക്കണമേ കർത്താവെ. ഞങ്ങളേറെ ഉത്തരവാദിത്തത്തോടെ കർത്താവെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഈശോയെ, പ്രാർത്ഥിക്കാൻ ആരുപോലും ഇല്ലാത്തവർ കർത്താവെ, പ്രാർത്ഥിക്കാൻ കുടുംബത്തിൽ വിശ്വാസവും പ്രാർത്ഥനയും ഇല്ലാത്തവർ കർത്താവെ, വിശുദ്ധ കർത്താവെ, അവർക്കെല്ലാം വേണ്ടി കർത്താവെ ഈ ആരാധന ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവെ, ഇതിന്റെ വലിയ കൃപ കർത്താവെ മക്കളിലേക്ക് ആവശ്യിക്കണമേ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. കർത്താവേ, അലങ്കോലപ്പെട്ട കുടുംബങ്ങൾ, കുടുംബ പ്രാർത്ഥന നഷ്ടപ്പെട്ടു പോയ കുടുംബങ്ങൾ, കർത്താവേ, സമാധാനം നഷ്ടപ്പെട്ടു പോയ കുടുംബങ്ങൾ, മദ്യത്തിനും ലഹരി വസ്തുക്കൾ അടിമപ്പെട്ടു പോയ കുടുംബങ്ങൾ, ഈശോയെ സ്പർശിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. ഈശോയെ ഏറ്റെടുക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. വിശുദ്ധീകരിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ ആരാധന, പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കർത്താവെ, അങ്ങയുടെ മക്കളുടെ വരുമാന മാർഗത്തിൻ്റെ മേൽ നിന്റെ കണ്ണ് പായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു, നിന്റെ കൈ വെക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, പലരും കടങ്ങൾക്ക് പുറകെ കടങ്ങളായി വളരെ അപമാനത്തോടെയും നാണം കിട്ടുന്ന രീതിയിൽ ആദ്യ ജീവിക്കുന്നുണ്ട് ഈശോയെ. അവിടെ തെറ്റുകൊണ്ടാകാം, ചിലപ്പോൾ സാഹചര്യത്തിൻ്റെ പ്രത്യേകത കൊണ്ടാകാം, ചിലപ്പോൾ വലിയ രോഗങ്ങൾ മൂലവും മരണം മൂലം വന്നുപോയ സാമ്പത്തിക തകർച്ചയാകാം, ചിലപ്പോൾ ബിസിനസ് തകർച്ചയാകാം, ചിലപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ബിസിനസ്സിന് ഡിമാൻഡ് ഇല്ലാതെ വന്നു പോവുകയും വേറെ മത്സരങ്ങൾ വരികയും ചെയ്യുന്നതിൻ്റെ ഫലമാകാം. ചിലപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ബിസിനസ്സിൻ്റെ മേൽ കർത്താവ് ആൾക്കാർ വരാൻ പറ്റാത്ത വഴി മുടങ്ങിപ്പോയത് കൊണ്ടാകാം. ഇങ്ങനെ പല കാരണങ്ങളാൽ കർത്താവ് സാമ്പത്തിക മേഖലകളിൽ നമ്മൾ നിർജ്ജീവമായി പോവുകയും കടങ്ങൾ കയറി മുടുകയും പലതരത്തിലുള്ള അനാശാസ്യമായ മാർഗങ്ങളും എന്തെല്ലാം മനുഷ്യൻ ചിന്തിച്ച് കാടുകയറി കർത്താവെ ഭ്രാന്തി പിടിച്ച് നടക്കുന്ന കുടുംബങ്ങളുണ്ട്. ഈശോ അവരെല്ലാം നീ സ്പർശിക്കണമേ കർത്താവെ. സുഡുഡ ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് ശക്തമായി സ്തുതിക്കട്ടെ. കർത്താവായ ദൈവമേ, തെറ്റിലകപ്പെട്ടു പോയ വ്യക്തിത്വങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. മനസ്സിന്റെ ശരീരത്തിന്റെ ബലഹീനതകൾക്ക് അടിമപ്പെട്ടു പോയ വ്യക്തികളെ സമർപ്പിക്കുന്ന കർത്താവേ, വിശ്വാസം ക്ഷയിച്ച വ്യക്തികളെയും കുടുംബങ്ങളെ സമർപ്പിക്കുന്ന കർത്താവേ, ദൈവവിശ്വാസം അകന്നുപോയ മക്കളെ സമർപ്പിക്കുന്ന കർത്താവേ, കർത്താവിന്റെ ശക്തി നിറയണമേ. കർത്താവേ, രോഗികളായി കഴിയുന്നവരെ സ്പർശിക്കുന്നു. ഈശോയെ, മാരക രോഗങ്ങളായി കഴിയുന്നവരെ സ്പർശിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. ശിവ ആരാധന.
യേശുവേ ആരാധന, യേശുവേ ആരാധന. Praise the Lord. Praise the Lord. ശിരസ്സ് നമിച്ച് അച്ഛനെ ആരാധന അനുസ്മരിച്ചിട്ടുള്ള തരം കുടുംബങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ അറിവിലുള്ളവർ, അവർക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക. നിങ്ങൾക്ക് വേണ്ടിയല്ല, നിങ്ങളുടെ കാര്യം ദൈവം നോക്കിക്കോളാം. പ്രാർത്ഥിക്കാൻ പോലും പറ്റാത്ത സാഹചര്യത്തിൽ ജീവിച്ച് കുടുംബത്തിലെ കെട്ടുപോയ കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് അവർക്ക് വേണ്ടി ആശീർവാദം സ്വീകരിക്കുക. ഇതാ ഈശോ നമ്മളെ ആശീർവദിക്കാൻ പോകുക. ബലഹീനതയിലാണ് ദൈവത്തിൻ്റെ ശക്തി പുറപ്പെടുന്നെന്ന് പറഞ്ഞ ദൈവം, ഓരോ സാവോളിലും പൗലോസിനെ കാണുന്നെന്ന് പറഞ്ഞ ദൈവം, മറ്റൊരുത്തൻ രക്ഷയില്ല, രക്ഷ കർത്താവായ യേശുക്രിസ്തുവിൽ മാത്രമാണ്. ഈ വിശ്വാസത്തോടു കൂടി കർത്താവിൻ്റെ ആശീർവാദം ഏറ്റുവാങ്ങാം. സങ്കീർത്തനം 56:8 നിന്റെ കണ്ണീർ കയങ്ങളെ ഞാൻ കുപ്പിയിൽ ശേഖരിക്കുന്നു. സങ്കീർത്തനം 34 എളിയവന്റെ നിലവിളി അവിടുന്ന് കേൾക്കുന്നു. നീ മനമുയർത്തി കരമുയർത്തി റോമാ 9:10 അതരം കൊണ്ട് യേശുക്രിസ്തുവിനെ ഏറ്റുപറയുകയും ഹൃദയത്തിൽ അവൻ മരിച്ചവർ ദൈവമാണെന്ന് വിശ്വസിക്കുകയും ചെയ്തുകൊണ്ട് കരം വീശി കർത്താവിനെ ആരാധിക്കട്ടെ. യേശുവേ ആരാധന, യേശുവേ സ്തോത്രം. കർത്താവേ, കർത്താവായ ദൈവമേ, അവിടുത്തെ ശക്തി നിറയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, പഠന മേഖലകള്, മക്കളുടെ വിദ്യാഭ്യാസ മേഖലകള് ആശീർവദിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മരുന്ന് പോലും നിശ്ചയിക്കാത്ത രോഗികളുണ്ട് കർത്താവേ. അങ്ങനെ ദുരിതം അനുഭവിക്കുന്നവര്, ഓട്ടിസം ബാധിച്ചിട്ടുള്ളവര് കർത്താവേ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവേ ആരാധന. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.